വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ തൃശ്ശൂർ എം പിയും മുൻ നാട്ടിക MLA ഒക്കെ ആയിരുന്ന പ്രതാപേട്ടനാണ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ പ്രതാപേട്ടൻ. നമ്മളിന്ന് ഈ സംഭാഷണത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന വിഷയം രാഹുൽ ഗാന്ധി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ. അതിനുശേഷം കേരളത്തിൽ താങ്കളുടെ തന്നെ മണ്ഡലമായ തൃശ്ശൂരിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ, താങ്കൾ ഇന്നലെ പോലീസിൽ സബ്മിറ്റ് ചെയ്ത തെളിവുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും. എത്ര കോൺഫിഡൻ്റ് ആണ് TN പ്രതാപൻ സുരേഷ് ഗോപി വോട്ട് ചോരി ചെയ്തിട്ടാണ് തൃശ്ശൂർ ജയിച്ചു എന്നുള്ള വിഷയത്തിൽ? ഇത് നമ്മൾ നേരത്തെ ഇലക്ഷന് മുൻപ് തന്നെ പറഞ്ഞൊന്നാണ്. പോളിംഗിന് മുമ്പ് ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തപ്പോഴാണ് വിവിധ തൃശ്ശൂർ നഗരത്തിലെയും അതേപോലെ മറ്റു പല സ്ഥലങ്ങളെയും ഫ്ലാറ്റുകളും വീടുകളിലും അനധികൃതമായ വോട്ടർമാരെ കണ്ടത്. ആ വീട്ടുടമകൾ തന്നെ പരാതിക്കാരായി മാറി. ഞാൻ തന്നെ അന്നത്തെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ കൃഷ്ണരാജ IAS രേഖാമൂലം പരാതി കൊടുക്കണ്ടേ. ഫ്ലാറ്റുകളുടെ പേരുകൾ, അതിലെ വോട്ടിന് വീടിൻ്റെ നമ്പർ, വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, വോട്ടർമാരുടെ പേര്, ഇതെല്ലാം മെൻഷൻ ചെയ്ത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് മാത്രം 7 ഫ്ലാറ്റ് സമയത്തുള്ള ഡീറ്റെയിൽസ് ഞാൻ തന്നെ റിട്ടേൺ കൊടുക്കേണ്ടത്. ഏപ്രിൽ 24 കൊടുത്തതാണ്, പോളിംഗിന് എത്രയും മുമ്പാണ്. പക്ഷെ അത് ജില്ലാ ഇലക്ഷൻ ഓഫീസർ പറഞ്ഞു ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എക്സ്ട്രീംലി ചോദ്യം എന്ന് പറഞ്ഞ് അത് നമ്മൾ ധരിച്ചു സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തില്ല. അപ്പം ഇത് വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ആ പ്ലാൻഡ് ആയത് സത്യത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കരട് വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഒരു വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുക. പക്ഷെ കരട് വോട്ടർ പട്ടിക വളരെ ക്ലീൻ ആയിരുന്നു. ആ വോട്ടർ പട്ടിക ശേഷമാണ് ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്നത്. വെൽ ടു ഡു പ്ലാൻഡ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊന്നാനിക്കാരൻ തന്നെ ആയ ഒരു സുഹൃത്ത് പരസ്യമായി അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്തു. അദ്ദേഹത്തിന് പൊന്നാനിയിൽ വോട്ടുണ്ട്, 2 ID കാർഡുണ്ട്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞാൻ 1.5 വർഷമായി ഇവിടെ ഇത് ക്യാമ്പ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യാണ്. 1.5 വർഷമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, RSSും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയും കൂടി ചേർന്നുകൊണ്ട് കൃത്യമായും 1.5 വർഷക്കാലം തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഈ ഒരു വോട്ട് ചോർ പദ്ധതിയാണ് തൃശ്ശൂർ അസംബ്ലി പാർലമെന്റ് മണ്ഡലത്തിലെ റിസൾട്ടിനെ ഇടയാക്കിയത്. കാരണം വോട്ട് കണ്ട നമുക്ക് നടത്തുന്നു തോന്നും, ഒരിക്കൽ പോലും BJPക്ക് സ്വാധീനമില്ലാത്ത, BJP ആളുകളില്ലാത്ത, മൈനോറിറ്റി തന്നെ 99% മൈനോറിറ്റിയുടെ സ്ഥലത്ത് വരെ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ? ആളുകൾ എങ്ങനെ മാറിയെന്ന് ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട്. അതിന് മുമ്പ് സുരേഷ് ഗോപിനെ 84,000 പരം വോട്ടിന് പരാജയപ്പെടുത്തിയ ആളാണ് ഞാൻ. സുരേഷ് ഗോപിനല്ല, ഞാൻ LDFന് 84,000 വോട്ട് പറയാം. സുരേഷ് ഗോപിന് 1,20,000 വോട്ടിന് ഞാൻ പരാജയപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം നിയമസഭയിൽ പിന്നീട് മത്സരിച്ചിട്ട് തോറ്റു. അങ്ങനെ ഒരു പിന്നെ മുഖത്ത് റോസ് പൗഡറും ചുണ്ടിൽ ലിപ്സ്റ്റിക്കും ഇട്ട ഒരു നടന വൈഭവം മാത്രമുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അല്ലെങ്കിൽ ഒരു ഹ്യൂമറും അദ്ദേഹത്തിന്റെ ലൈഫിലില്ല, ഒരു ഹ്യൂമറും ഇല്ല. അടുത്തറിയുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനത്തും കൃത്യമായും പ്ലാൻ ചെയ്തിട്ടുള്ള ഈ വോട്ട് കളവ് ഇവിടെയും അതേ ട്യൂണിൽ, അതേ സ്ക്രിപ്റ്റിൽ ഇവിടെയും അവതരിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യമാണ്, BJP ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷവും 3 മാസവും ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ കോൺഗ്രസ് എന്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ TN പ്രതാപൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. ഇത്രയും ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ കള്ളവോട്ടുകൾ സംഭവിച്ചിട്ടാണ് ഈ സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും വെയിറ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. ഇല്ല, ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ. പോളിംഗിന് മുമ്പ് എൻ്റെ മീറ്റ് പ്രസിന്റെ റെക്കോർഡ് എല്ലാ പത്രക്കാരുടെയും ഫയലിലുണ്ട്, അവരുടെ ശേഖരത്തിലുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ജില്ലാ കളക്ടർക്ക് വന്ന് കൊടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പരാതി നിലനിൽക്കില്ല എന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മോട് പറയുണ്ടായി. ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇലക്ഷൻ കേസ് കൊടുക്കുന്നതിന് ഇത് ബാധകമല്ല. ഇലക്ഷൻ കേസ് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ വരുന്നതാണ്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ലെന്ന് നല്ല ബോധ്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനും
ഈ BJP-യുടെ നേതാക്കന്മാരും അനിൽ ഠാക്കൂറും കേരളത്തിലെ നേതാക്കന്മാരും പറഞ്ഞു നിങ്ങളെന്താ കോടതി പോകുന്ന പറഞ്ഞാൽ അർത്ഥം അറിയാം, ഇത് അവിടെ അല്ല പോകേണ്ടത്, ക്രിമിനൽ കേസാണ്. നമ്മളിപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിളാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് വെട്ടി ചേർത്തു. തൃശ്ശൂരിലേക്ക് വോട്ട് വെട്ടി ചേർക്കുമ്പോൾ അദ്ദേഹം കൂടെ 6 മാസം സ്ഥിരതാമസം അദ്ദേഹം പറഞ്ഞ വീട്ടിലുണ്ടായിട്ടില്ല. മുക്കാട്ടുകര എന്ന് പറയുന്ന തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ 115 നമ്പർ ബൂത്തിൽ അദ്ദേഹം താമസിച്ചിട്ടില്ല. വല്ലപ്പോഴും വന്ന് ഗസ്റ്റിനെ പോലെ പോയിട്ടുള്ള 6 മാസം സ്ഥിരതാമസമാണ് വോട്ടർ പട്ടികയിൽ പേര് വരാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി കൊടുത്തുള്ള വ്യാജരേഖയാണ്. സുരേഷ് ഗോപിയുടെ ബ്രദർ സുഭാഷ് ഗോപിക്ക് ഈ കൊല്ലത്തും വോട്ടുണ്ട്, തിരുവനന്തപുരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും 2 ID കാർഡ് ഉണ്ടായുള്ളത്. കൊല്ലത്ത് ഒരു ID കാർഡുണ്ട്, തൃശ്ശൂർ ID കാർഡ്. ഇത് പിന്നെ ക്രിമിനൽ കുറ്റമാണ്. ഇതുപോലെ ഒരു വീട്ടിൽ സുരേഷ് ഗോപി വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞ വീട്ടിൽ 11 ആളുടെ പേര് അവിടെ കൊണ്ടുവന്ന് ചേർത്തി. എക്സാമ്പിൾ മാത്രം. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊന്നാനിക്കാരൻ ഇവിടെ വോട്ട് ചേർത്ത് ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. RSS-കാരനായ വടക്കാഞ്ചേരിക്കാരന് കുടുംബത്തിന് കൂടെ വോട്ടിനൊന്നും ഇവിടെയാണ് വോട്ട് ചെയ്തത് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഈ തൃശ്ശൂർ പാർലമെന്റിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള പക്കാ BJP RS സംഘത്തിന്റെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് ഇവിടെയും ചെയ്യിച്ചു. അവിടെയും വൈകുന്നേരത്തിന് ശേഷം അവിടെയും പോയി ചെയ്തിട്ടുണ്ടാവാൻ ഇടയുണ്ട്. ദിസ് ഈസ് ദ ചോർ. ഇത് കളവാണ്. ഈ കള്ളമാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഞങ്ങൾക്ക് കുറേയും കൂടിയും കരുത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇടയായത്. BJP ഇതിന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സോഴ്സുകളും BJP പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലും പബ്ലിക്കായിട്ടും പറയുന്ന ഒരു വാദമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജയിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ പണിയെടുത്ത് ഒരുപാട് വോട്ടുകൾ ഞങ്ങൾ തൃശ്ശൂരിൽ ചേർത്തിട്ടുണ്ട്. അത് നിയമപരമല്ലേ എന്നാണ് ഒരു ചോദ്യം. ഈ BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഈ സംഭവത്തിന് ശേഷം തൃശ്ശൂർ വെച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾ 1.5 വർഷം കൊണ്ട് 60,000-ഓളം വോട്ട് ചേർത്തു, അത് ഞങ്ങൾ സമ്മതിക്കുന്നു, കള്ളവോട്ട് ആണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ എവിടെ പോയി? LDF UDF എവിടെ കിടക്കുകയായിരുന്നു? അവർ പോയി തൂങ്ങിച്ചാവ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതൊരു സമ്മതമാണല്ലോ. ഇവിടെ 60,000 വോട്ട് ചേർക്കാൻ വോട്ടർ വേണ്ട. ഇവിടുത്തെ വോട്ടറല്ലാന്ന് സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും ഡ്രൈവറും ഉൾപ്പെടെ ഇവിടുത്തെ വോട്ടറല്ല. അതേപോലെ ഈ പാർലമെന്റ് മണ്ണിൽ താമസിക്കാത്ത ആളുകളെ പേരുകളാണല്ലോ എൻട്രി ചെയ്തിരിക്കുന്നത്. അത് ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തി? കരട് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് ഫൈനൽ വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്നു. ശരിയാ, ദീർഘകാലം 1.5 വർഷമാണെന്ന് സംസ്ഥാന BJP വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്നു. അത്രയും കാലം ഇവിടെ RSS-ന്റെ സംഘ് പരിവാർ സംഘടനകളുടെ ഓർഗനൈസേഷണൽ മിഷനറി ഉപയോഗിച്ച് ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവരുടെ കേഡർ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു 1259 ബൂത്താണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അതിൽ ഏകദേശം 60-ൽ പരം ബൂത്തിലാണ് മിനിമം 50 വോട്ട് വെച്ച് ചേർത്തിയത് ഞങ്ങൾ അന്ന് ഉന്നയിച്ചത്. കറക്റ്റ്. 600 ബൂത്തിൽ 50 വോട്ട് ഇൻറ്റു 600 എത്രയെന്ന് നോക്കിക്കോ. 30,000 പരം വോട്ട് അത് മാത്രം ചേർത്തു. വെൽ ടു ഡു പ്ലാൻഡ് ആയിരുന്നു. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഇതേപോലെ വ്യാജ വോട്ടർമാരെ ചേർത്ത് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അത് കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു. പക്ഷെ ആ പരാതിയിൽ ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടായി, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പിന്തുണ ഉണ്ടായി എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ സപ്ലിമെന്റ് ചെയ്യാണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉള്ളത് പിന്നെ ടാറ്റ കൺസൾട്ടൻസിയുടെ കയ്യിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരി ആണെങ്കിൽ, തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഞാനത് തിരുത്തും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇരിക്കുന്ന ടാറ്റ കൺസൾട്ടൻസിയുടെ കയ്യിൽ. വോട്ട് ചേർത്തതെല്ലാം ഈ സോഫ്റ്റ്വെയർ വഴിയാണല്ലോ വോട്ടർ പട്ടികയായിട്ട് മാറുന്നത്. അവിടെ എന്ത് നടന്നു എന്നുള്ളത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് ക്രിമിനൽ കേസ് എടുക്കണം. ഒന്ന് ഇരട്ട ID കാർഡുള്ളതിന്റെ പേര് ക്രിമിനൽ കേസ്. പുതിയ പരാതിയാണോ അതോ ഇലക്ഷൻ? ഇത് പുതിയ പരാതി. ഇലക്ഷൻ സമയത്ത് കൊടുത്തത് ജില്ലാ കളക്ടറായ ജില്ലാ ഓഫീസർക്കാണ്. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പോലീസിനാണ്. പോലീസ് ഇതിനകത്ത് ക്രിമിനൽ കേസ് എടുക്കണം. ക്രിമിനൽ കേസ് എടുത്ത് രേഖകൾ വരുത്തണം. അപ്പോൾ ഇത് സത്യം കൊണ്ടുവരാൻ വേണ്ടി. ഈ ടാറ്റ കൺസൾട്ടൻസി താങ്കൾ ഉന്നയിച്ച സാഹചര്യത്തിൽ താങ്കളുടെ കയ്യിൽ അതിനുള്ള തെളിവ് എന്താണ്? ഞാൻ അത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അതിന്റെ ഒരു കഠിനാധ്വാനത്തിൽ, കാരണം ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പോയി നമ്മൾ വോട്ടർ പട്ടികയുടെ ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി മീഡിയ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് വായിക്കാവുന്ന പ്രിന്റ് കിട്ടാൻ മാർഗമില്ല. രാഹുൽ ഗാന്ധി അത് ഉന്നയിച്ചോടുകൂടി എല്ലാ വോട്ടർ പട്ടികകളിലെയും പ്രിന്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ, വിസിബിൾ അല്ലാത്ത രീതിയിലാക്കി മാറ്റി അതിന്റെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് എടുക്കുന്നതല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഹൈ ലെവൽ അന്വേഷണം വേണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ സംഭവത്തിൽ
ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. വളരെ വെരി സീരിയസ്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വോട്ട് അനധികൃതമായി എൻട്രി ചെയ്തത് ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച സ്വകാര്യ കമ്പനിയുടെ പങ്കെന്താണ്, ആ ഹയർ ലെവൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കെന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായും ഒരു ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് നടത്തണം. താങ്കളിപ്പോൾ ഉന്നയിച്ചത് ഇതുവരെ നാഷണൽ ലെവലിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു പൊതുപ്രവർത്തകനും എം പിയോ അല്ലെങ്കിൽ MLA ആയിരുന്ന ആളോ ഉന്നയിക്കാത്തൊരു ആരോപണമാണ്, അതും TCSനെതിരെ. ആ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കും? ഞാൻ എന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി പറയട്ടെ. ഞങ്ങളെല്ലാം ഞാൻ വിഡ്രോ ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് തോന്നിയതാണ് പറഞ്ഞത്. ഞാൻ അത് പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി പറയുന്നത് ഞങ്ങളല്ല സോഫ്റ്റ്വെയർ, എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാനപ്പം എൻ്റെ ഈ ഉന്നയിച്ച പരാതി വിഡ്രോ ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഞാനിത് വിഡ്രോ ചെയ്യാം. ഞാനത് പറയുന്നു, എൻ്റെ സംശയം ഞാൻ പ്രകടിപ്പിക്കുന്നു. അത് ശരിയോ തെറ്റാണോ എന്നുള്ളത് ഈ കൺസൾട്ടൻസി കൂടി പറയട്ടെ, ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും പബ്ലിക് ചോദ്യം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ മിനിഞ്ഞാന്നുൾപ്പെടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പുതിയ റെവലേഷൻസിന് അതിനുള്ള മറുപടിയായിട്ട് താങ്കൾ MLAയും MPയുമായിരുന്നു, ഒരു ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇതിനകത്ത് റോളിനെ പറ്റി എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അതിയായ സംശയമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നതായി നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് BJPയുടെ അജണ്ടയുടെ കൂടെയാണ്. BJP അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ സൂപ്പർ പ്രസിഡന്റായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ടീമായി മാറിയിരിക്കുകയാണ്. BJP അഖിലേന്ത്യാ പ്രസിഡന്റും അതിന് താഴെ കൂടെ വരുന്ന BJP ഘടകങ്ങളും RSS സംഘപരിവാർ ഘടകങ്ങൾക്ക് B ടീമും ഇലക്ഷൻ കമ്മീഷനും A ടീമും. ഇലക്ഷൻ കമ്മീഷനായ A ടീമിനെ ഉപയോഗിച്ചിട്ടാണ് BJP ആയ B ടീം ഇപ്പോൾ വിൻ ചെയ്തിരിക്കുന്നത്. A ടീമിനെ ഉപയോഗിച്ചിട്ട് A ടീമും B ടീം തമ്മിലുള്ള കളിയിൽ A ടീം B ടീമിനെ ജയിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായി കോർട്ടിൽ നിലപാടെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പതിവ്രതയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇപ്പോഴത്തെ നിലപാടിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ 7 ദിവസത്തോളം മൗനം പാലിച്ച് 8ാം ദിവസം നടത്തിയ പത്രസമ്മേളനം പൂർണ്ണമായും വൺ സൈഡ് പത്രസമ്മേളനമായിരുന്നു. അനുരാഗ് ഠാക്കൂർ എന്ന കേന്ദ്രമന്ത്രി ഇതേ ആരോപണം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞ ഇതേ ആരോപണം വോട്ടർ പട്ടികയെ സംബന്ധിച്ച് അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ചു. അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പരാമർശമില്ല, രാഹുൽ ഗാന്ധിയെ കുറിച്ച് മാത്രമാണ് പരാമർശം. വൺ സൈഡ്, ഓൺലി വൺ സൈഡ്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും പറയേണ്ടി വരും. അതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇംപീച്ച്മെന്റിന് ആലോചിക്കുന്നത്. ഇനി എന്താണ് തൃശ്ശൂരും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ പ്ലാൻ? ഞങ്ങൾ ജനങ്ങളിത് ബോധ്യപ്പെടുത്തും. നല്ല വിശ്വാസമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തമ്പുരാക്കന്മാർ, ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ. ജനങ്ങളാകുന്ന യജമാനന്മാരുടെ ചിന്തയെയും വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും ആര് ലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ലിമിറ്റഡ് ടൈം മാത്രമേ ലൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. ജനങ്ങളിൽ എത്തിക്കും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഓൾറെഡി. തൃശ്ശൂരിലെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകളെ കാണുമ്പോൾ ആളുകൾ വന്ന് അങ്ങോട്ട് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ഇന്നലെ വരെ എന്നോടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും പെങ്ങളും അമ്മയും കൂടി അവർ ലെഫ്റ്റുകാരാ, സുരേഷ് ഗോപിക്ക് ഞങ്ങൾ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോയി, തെറ്റുപറ്റിപ്പോയി, തെറ്റുപറ്റും, ജീവിതത്തിൽ ഇനി ഒരിക്കലും ആ തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ആർക്ക് നാട്ടിൽ പോയി അന്വേഷിച്ചാലും ബോധ്യമാകും. പക്കാ പാർട്ടിക്കാരില്ലാത്ത ആളുകൾ. ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് നടന്നൊരു അനാലിസിസിൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റുമൊക്കെ പറഞ്ഞ, പ്രത്യേകിച്ച് പിന്നെ അതിനുശേഷം വന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസൊക്കെ പൊതുവെ പറഞ്ഞൊരു വിശദീകരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി തൃശ്ശൂർ വർക്ക് ചെയ്തു, സുരേഷ് ഗോപി കുറേ സൗഹൃദ വലയങ്ങളുണ്ടാക്കി, സുരേഷ് ഗോപി മത രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും അവരെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതഗ്രൂപ്പുകളിൽ നിന്നുള്ള ആൾക്കാർ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ളൊരു നിരീക്ഷണം ഇലക്ഷന് ശേഷം വന്നിരുന്നു. ഈ പുതിയ വോട്ട് ചോരി ആരോപണങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, അതോ എന്താണ് അതിനകത്തൊരു കാര്യം ബോധ്യമായല്ലോ. ഈ സുരേഷ് ഗോപിയുടെ ജയത്തിന് പുറകിൽ
BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും, മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും ഉൾപ്പെടെ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നോട്ട് ചേർത്തി. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞെന്തെന്നാ, ഈ ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഈ പരാതി ആക്ഷേപം ഇതിൽ അർദ്ധസത്യമേ ഉള്ളൂ. അർദ്ധസത്യം ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ അർദ്ധസത്യമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരനും 60,000 വോട്ട് ചേർത്തി നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളൊപ്പം ചെയ്യാൻ പറ്റിയല്ലോ, പോയി തൂങ്ങിച്ചാവെന്ന് പറയുന്ന അന്നത്തെ പ്രസിഡന്റും, അതേപോലെ ഞങ്ങൾ വോട്ട് ചേർത്തി അത് ഞങ്ങളുടെ മിടുക്ക് എന്ന് പറയുന്ന വി മുരളീധരൻ അന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിക്കുന്നു, ഞങ്ങൾ വഴിവിട്ട നിലയിൽ തൃശ്ശൂരിൽ വോട്ടർമാരെ കൊണ്ടുവന്ന് എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. പിന്നെ മതങ്ങളുമായി ഒരു മാതാവിൻ്റെ പിന്നെ ശിരസിൽ കൊണ്ടുപോയി ഈ സ്വർണം പൂശിയ കിരീടം വെച്ചതുകൊണ്ട് എല്ലാ ക്രൈസ്തവ മതവിശ്വാസികളും അവരുടെ കൂടെ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മതനിരപേക്ഷത വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും മന്യമതങ്ങളെ ബഹുമാനിക്കുകയും മന്യമതങ്ങളോട് സൗഹൃദം പുലർത്തുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഉള്ളിൽ സ്വീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനായി എന്നെ പോലുള്ള ആളുകൾക്ക് 100% ഉറപ്പാണ്. അതിൻ്റെ പേരിലൊന്നും അതൊക്കെ ആളുകൾക്കറിയാം. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരാധനാലയങ്ങളിൽ പോയി വിശ്വാസികളെ കൺമുന്നിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് തിരിച്ചറിയാനുള്ള നല്ല ബോധം കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏത് മതവിശ്വാസിക്കുണ്ട് എന്ന് കരുതുകയാണ്. ഞാൻ ചെയ്താലും സുരേഷ് ഗോപി ചെയ്താലും മറ്റപ്പുറത്തുള്ള ആൾ ചെയ്താലും എന്നറിയാം, ഒരാളുടെ തുടർച്ചയായ നിലപാടുകൾ നോക്കും. നമുക്ക് നിലപാടുണ്ട്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും പൂര നക്ഷത്രങ്ങളിൽ പോകുന്ന ആളാണ്. ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ എല്ലാ വർഷവും പോകാറുണ്ട്, ശബരിമലയ്ക്ക് പോകാറുണ്ട്. വിശുദ്ധ റമദാനിൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നിന്ന്, ഞാൻ ഇസ്ലാം മതവിശ്വാസിയൊന്നുമല്ല, ഞാൻ എൻ്റെ മാനസിക ശാരീരികവുമായ സംരക്ഷണത്തിന് വേണ്ടി വ്രതാനുഷ്ഠാനം എടുക്കാറുണ്ട്. എല്ലാ മതവിശ്വാസികളും സ്നേഹിക്കാറുണ്ട്. എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടി പോകാറുണ്ട്. അത് ഒരു തുടർ നിലപാടാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇടവേളയിലോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ പോകുന്ന ഏർപ്പാടല്ല ഇത്. കൃത്യമായും ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഇത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള നല്ല ബോധം മലയാളിക്കുണ്ട്, ഉറപ്പായിട്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കുണ്ട്. ദേശീയ രാഷ്ട്രീയം പോലെ തന്നെ കേരളത്തിൽ നമ്മൾ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ സംസ്ഥാന ഭരണവും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അതിന് ശേഷമുള്ള പ്രതീക്ഷിക്കുന്ന അസംബ്ലി ഇലക്ഷനുമൊക്കെ. TN പ്രതാപൻ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങൾ എങ്ങനെ വിലയിരുത്തി? ഈ ഗവൺമെന്റ് സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഈ നാട്ടിൽ നന്മ ആര് ചെയ്തില്ല നന്മയെ മനസ്സുകൊണ്ട് കൈയടിക്കുന്ന ആളാണ്. പക്ഷെ ഇത് പൊതുസമൂഹത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന് എന്തോ പെറ്റി ഇൻട്രസ്റ്റുകൾ മാത്രമുള്ളതായി തോന്നുന്നു. അത് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഏതെങ്കിലും അഴിമതിയോ മാത്രമല്ല, എന്താ പറയുക, എന്താണ് നാടിന് വേണ്ടി പ്രധാനമായും ചെയ്തത്? ദേശീയപാത സംസ്ഥാന ഗവൺമെന്റിലല്ലോ, സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ. കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി, ജൽജീവൻ പദ്ധതി സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ. അതിനൊക്കെ മിനിമം പെർസെന്റേജ് മാത്രമല്ലേ സ്റ്റേറ്റുകൾക്കും കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഈ ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു വികസനപരമായ കാര്യങ്ങളും സാമൂഹ്യക്ഷേമ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റാണ്. 2 രൂപ വെച്ചിട്ട് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ഇന്ന് മേടിക്കുകയാണ്, പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ആ മേടിക്കുന്ന കാശ് പോലും വകമാറ്റി ചെലവ് ചെയ്തിട്ട് PR വർക്കിന് വേണ്ടി ചെലവ് ചെയ്തിട്ട് പെൻഷൻ കുടിശ്ശിക വരുത്തിയ ഒരു ഗവൺമെന്റാണ്. എങ്ങനെ ഈ ഗവൺമെന്റിന് മാർക്ക് കൊടുക്കും? പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ജയിച്ചു വരുന്നത് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പൊതുക്ഷേമ പരിപാടികളുടെ ഫലമായിട്ടാണ് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. വിശിഷ്യ പ്രളയമുണ്ടായ സമയത്തും അതിനുശേഷം കോവിഡ് സാഹചര്യത്തിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയൊക്കെ ഇതാണ്. ഇതേ സംഗതിയിൽ തന്നെ പിണറായി സർക്കാരിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള വർത്തമാനമാണ് ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്നത്. ഒരു പ്രളയവും ഒരു കോവിഡും ഒരു പക്ഷേ മനുഷ്യന്റെ ചില വൈകാരികതകളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ആ വൈകാരികതകളെ സ്വാധീനിച്ചത് സ്ഥായിയായി നടക്കുമെന്ന് വിശ്വസിക്കേണ്ട. ഒരു ചക്ക വീണാൽ മൊയിലിനെ കിട്ടി, ചക്ക വീണപ്പോൾ ഒരു മൊയിലിനെ കിട്ടി എന്നുള്ളൊരു പഴമൊഴി നമ്മുടെ നാട്ടിലുണ്ട്. കോവിഡ് വന്നപ്പോൾ എല്ലാ ദിവസവും ടിവിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കോഴീനെ നോക്കണം, പ്രാവിനെ നോക്കണം, കിളികളെ നോക്കണം, പശുവിന് വെള്ളം കൊടുക്കണം, ആടിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്
മനുഷ്യന്റെ കുറെ സൗജന്യങ്ങൾ കൊടുത്തപ്പോൾ ഒരു പക്ഷേ ആളുകൾ അറിയാതെ, സാധാരണക്കാരും ഇടത്തരക്കാരുമായ ആളുകൾ അറിയാതെ ആ റിങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും. അതിനെക്കാട്ടിലും ആപത്തും പ്രയാസവും നിറഞ്ഞതാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. നോക്കിയേ, ഈ നാട്ടിലെ റോഡിൽ സഞ്ചരിക്കാൻ പറ്റൂ? എത്ര മനുഷ്യനെ ബന്ദിയാക്കി വെക്കില്ലേ? ഒരു ഗവൺമെന്റ് ഇതുണ്ടോ? ഈ മഴക്കാലം മഴ വരുമെന്ന് അറിയാലോ. കേരളത്തിൽ 4-5 മാസം മഴയുള്ള സംസ്ഥാനമല്ലേ? ആദ്യത്തെ കാലമാണോ? പറയുക, ഒരു ആഗസ്റ്റ് മാസം 16-ാം തീയതി പ്രളയം വന്നൊരു സ്റ്റേറ്റ് അല്ലേ? നമുക്ക് ഇപ്പോൾ മഴയ്ക്ക് സാധാരണ പ്രീ മൺസൂൺ പ്രിപ്പറേഷൻ നടത്താറുണ്ട് റോഡുകളിൽ. എന്ത് ചെയ്തു? എന്തായിരുന്നു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? എവിടെയായിരുന്നു പ്രയോറിറ്റി? ഇതുപോലെ ജനങ്ങൾ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പോലും പിന്നെ ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ച് മുട്ടുന്ന രീതിയിലായി. ഗവൺമെന്റ് എവിടെ? NH മാത്രമല്ലല്ലോ, ഉൾനാട്ടിലെ റോഡുകൾ, വില്ലേജ് റോഡുകൾ എല്ലാം തകർന്നിരിപ്പോൾ. ഒരു ഗവൺമെന്റ് പ്രയോറിറ്റി എന്താ? സൗജന്യ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് അവർ ആ സമയത്ത് അറിയാതെ അവർ വോട്ട് ചെയ്യുന്നുള്ള രൂപത്തിൽ പരാമർശം നടത്തി. അത് ഒരു സാധാരണക്കാരൻ്റെ ആ ഒരു ആവശ്യത്തെയും ഗവൺമെൻറ് അവരെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിലല്ല. ഒരിക്കലുമല്ല. മനുഷ്യന് ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. സാധാരണക്കാരായ മനുഷ്യന്, പ്രത്യേകിച്ചും കോവിഡ് പോലത്തെ ഒരു കാലത്ത് മനുഷ്യൻ അങ്ങേയറ്റം അവലാതിപ്പെടുമ്പോൾ നാട്ടിലെല്ലാവരും ഗവൺമെൻറ് സഹായിക്കാൻ തയ്യാറായി. ഞാനൊക്കെ അന്ന് എൻ്റെ അലവൻസുകളും സഹായം കൊടുത്താണ്. പിന്നെ 6 കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയ ആളാണ്. ഏകദേശം 70 ലക്ഷം രൂപയുടെ മരുന്ന് പാവങ്ങളുടെ വീടുകളിലേക്ക് സൗജന്യമായി എത്തിച്ചു കൊടുത്താണ്. 1000-ലും കോവിഡ് ബ്രിഗേഡ്സിനെ, ചെറുപ്പക്കാരായ ആളുകൾ, 40 വയസ്സ് താഴെയുള്ള 1000-ഓളം ബ്രിഗേഡ്സിനെ ഉണ്ടാക്കി ആളുകളെ സഹായിക്കാൻ വേണ്ടി വളരുക. ടോവിനോ, സിനിമ നടൻ ടോവിനോനെ അംബാസഡറാക്കി 1516 ടെലിവിഷൻ കൊടുത്താണ് ഞാൻ, മൊബൈലും ആൾക്ക്. സ്വാഭാവികമാണ്, ആ ആളുകൾക്കൊക്കെ നമ്മോട് പ്രത്യേകമായ ഒരു സ്നേഹം, ഇഷ്ടം ഉണ്ടാവുന്നത് നാച്ചുറലാണല്ലോ, മനുഷ്യനല്ലേ. ഇത് പിന്നെ CPM വോട്ടർമാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ നമ്മുടെ പാർട്ടി തരികയാണ്, നമ്മുടെ പാർട്ടി സഹയോഗം തന്നയിച്ചതാണ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് അവൻ്റെ ഒരു പ്രയാസ സമയത്ത് ഗവൺമെന്റ് ഉണ്ടായി എന്നുള്ളത് അവനെ ചൂഷണത്തിന് ഇരയാക്കാൻ ഇടയായിട്ടുണ്ട് എന്നത് ഒരു പക്ഷേ ശരിയാവും. നമ്മൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും പ്രതാപേട്ടൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, MLA ആയിരുന്നു, MP ആയിരുന്നു, വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന പൊതുപ്രവർത്തനം, ഇനി എന്താണ് ഭാവി, എന്താണ് കാണുന്നത്? ഞാനൊരു വളരെ സാധാരണയായൊരു ഗ്രാമത്തിലെ, ഒരു തീരദേശ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എന്നെ പോലത്തെ ഒരാൾക്ക്, വളരെ നിസ്സാരനായ ഒരാൾക്ക്, ഇന്ത്യയുടെ പാർലമെന്റിലും കേരളത്തിൻ്റെ നിയമസഭയിൽ 15 വർഷം, ഇന്ത്യയുടെ പാർലമെന്റിൽ 5 വർഷവും, എൻ്റെ സ്വന്തം വീടിരിക്കുന്ന സ്വന്തം നാട്ടിലെ ഗ്രാമത്തിൽ പഞ്ചായത്ത് മെമ്പറൊക്കെ അയ്യരെ പാർട്ടി എനിക്ക് ഈ അവസരം നൽകിയതാണ്. വെച്ച് വേറെ ഒരു സമ്പന്നന്മാരുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒന്ന് ലോബിയും ഒന്നുമില്ലാതെ എന്നെ തിരിച്ചറിഞ്ഞത് എൻ്റെ പ്രസ്ഥാനമാണ്. ഞാനതുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള എൻ്റെ നിലപാടാണ് എനിക്ക് ഏറ്റവും വലുത്. രാഷ്ട്രീയത്തിൽ പ്രത്യേകമായ അംബിഷൻസ് ഒന്നുമില്ല. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ പാർട്ടി സബലീകരിച്ചു തന്നു. കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ടുണ്ട് ഞാൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് വരെ ആയി. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ മുതൽ AICC മെമ്പർ വരെ ആയി. ഈ പ്രായത്തിൽ എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന്, യാതൊരു തരത്തിലുള്ള മേലങ്കിയില്ലാത്ത ഒരാൾക്ക്, ഒരു കടലോര ഗ്രാമത്തിൽ മീൻപിടുത്തക്കാരൻ്റെ മോനായി ജനിച്ചിരിക്കും. ഇതെല്ലാം കോൺഗ്രസ് അല്ലാണ്ട് വേറെ ആരെങ്കിലും തരുമോ ഇത്തരം കാര്യങ്ങൾ? ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ കാണുന്ന പുസ്തകങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ, ഇതൊക്കെ എനിക്ക് കൂടി വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് പേരെ വായിപ്പിക്കാൻ ഞാനത് കാരണം സാമൂഹിക പ്രവർത്തനം, വായനശാല പ്രവർത്തനം, അതേപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനം, പിന്നെ സാംസ്കാരിക പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം. ഞാൻ ചേർന്ന ഒരു സ്റ്റേഡിയം ഉണ്ടെന്ന് പറയാറ്, ഒരു ഇൻഡോർ സ്റ്റേഡിയം, മനോഹരമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം. 4 നൂറ്റാണ്ടായിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. അപ്പം അവിടെയൊക്കെ സ്പോർട്സ്, ഗെയിം, എല്ലാം 24 മണിക്കൂറും അതുകൊണ്ട് ലൈവായി നിൽക്കുന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പ്രതാപേട്ടൻ പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ താങ്കൾ വായിച്ച ഒരു ടോപ്പ് 5 പുസ്തകങ്ങൾ? MN വിജയൻ മാസ്റ്ററുടെ സമ്പൂർണ്ണ കൃതികളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് ഭയങ്കരമായി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചത്. അതിനകത്ത് എൻ്റെയൊക്കെ മനസ്സിലുള്ളൊരു രാഷ്ട്രീയമുണ്ട്. MN വിജയൻ മാസ്റ്റർ പരാമർശിക്കപ്പെടാതെ പോയ ഒരു വിഷയവുമില്ല. എല്ലാ ദേശീയ വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങൾ, ഇപ്പോൾ സംസ്കാരം, പ്രകൃതി, എല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനിടയിൽ ഭയങ്കരമായി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചിട്ടുള്ളത് MN വിജയൻ മാസ്റ്ററുടെ പുസ്തകങ്ങളിലെ അതിലൊരു നല്ല രാഷ്ട്രീയമുണ്ട്,
നല്ലൊരു പഠനമുണ്ട്. നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെ മൈൻഡ് സെറ്റ് കുറേ തിരുത്താനുണ്ട്. നമ്മൾ പൊട്ടക്കിണറ്റിൽ വീണ തവളയെ പോലെയാണ്. നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്നത് മാത്രമാണ് ലോകം എന്നാണ് വിശ്വാസം. അതിന് അപ്പുറത്ത് ലോകമുണ്ട് എന്ന് നമുക്ക് വഴി കാണിക്കുന്നതാണ്. ഇതിനു മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചിട്ടുള്ള ആളാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, യുവാവായിരുന്ന കാലത്ത് നമ്മുടെ മനസ്സിനകത്ത് വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ഈ ഒരു ചോദിച്ച പീരീഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകത്തിൽ വിജയമാഷ സമ്പൂർണ്ണഗതികളാണ്. അത് ഞാൻ പിന്നെ പൂർണ്ണമായും ഫിനിഷിങ്ങിലാണ്. വേറെ ഏതെങ്കിലും പുസ്തകം? പിന്നെ മലയാളത്തിൽ ഒട്ടും പ്രധാനപ്പെട്ട എല്ലാ എഴുതുന്ന പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട്. ഒരു പുസ്തകവും ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നും മിസ്സാക്കാറില്ല. ഞാൻ തന്നെ 6 പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ 6 പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ലാസ്റ്റ് എൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും വർഷം ഞാൻ എഴുതിയ പുസ്തകം അച്ഛൻ വന്ന് വിളക്കോതി എന്ന് ടി പത്മനാഭൻ അബ്ദുൽ സമദ് സമദാനി കൊടുത്തിട്ടാണ് സാഹിത്യ അക്കാദമിയിൽ പ്രസിദ്ധീകരിച്ചത്. ഞാൻ പുതിയ പുസ്തക രചനയിലാണ്. എൻ്റെ കടൽ എന്ന് പറഞ്ഞുള്ള എൻ്റെ ഒരു പുതിയ പുസ്തകത്തിന്റെ രചനയിലാണ്. എൻ്റെ കണ്ടന്റ് എന്തായിരിക്കും? എൻ്റെ കടൽ. ഓക്കെ. ഞാൻ എൻ്റെ കടൽ എന്ന് പറയുന്നതിൽ പ്രണയമുണ്ട്, അതിനകത്ത് വിരഹമുണ്ട്, അതിനകത്ത് ആർദ്രതയുണ്ട്, അതിനകത്ത് രൗദ്രമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ ഒരിക്കലും അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിത ഉണ്ട് കടലിനെ കുറിച്ചിട്ട്. കടലിൽ എന്തെങ്കിലും വൈരമുണ്ട്, വൈദൂര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കടലില്ലാത്ത ഒന്നുമില്ല എന്ന് ഒരുപക്ഷെ അല്ലാമ ഇക്ബാലിൻ്റെ ആ ഒരു ചില കവിതയിലെ വരികളാണ് എന്നെയൊക്കെ ചെറിയ പ്രായത്തിൽ സ്വാധീനിച്ചത്. പിന്നീട് ഒരുപക്ഷെ എൻ്റെ മനസ്സും ഒരു കടലായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മനസ്സിനകത്ത് കടൽ ഇങ്ങനെ വറ്റാതെ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിലെ കടലിനെ എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഉപ്പിൻ്റെ സാന്ദ്രത കൊണ്ട് അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തു കൂടിയാണ് എൻ്റെ പുതിയ പുസ്തകം. ഇത്രയും നേരം നമ്മളുമായി ടൈം ലൈൻ കോൺവെർസേഷനിൽ സംവദിച്ചത് രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും കലാസ്വാദകനും സാഹിത്യാസ്വാദകനും എഴുത്തുകാരനുമായിട്ടുള്ള TN പ്രതാപൻ ആണ്. ടൈം ലൈനുമായി സംസാരിച്ചതിനും നന്ദി.